പടിയിറങ്ങുമ്പോൾ തിരുവട്ടാർ തങ്കവല്ലുവിൻ്റെയും സംഘത്തിൻ്റെയും മംഗളഗീതം മാത്രമേ എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. ചോദിക്കാൻ പാടില്ല, ചോദിച്ചോട്ടെ. ശ്രീനി നിറഞ്ഞ മനസ്സോടെയാണോ എന്റെ അനിയത്തി വിവാഹം കഴിക്കുന്നത്? എന്താ അങ്ങനെ? ശരിക്കും അവളെ ഇഷ്ടായോ? ജീവിതത്തിൽ ശ്രീനി ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടി. അവൾക്ക് ശ്രീനി ഇഷ്ടമാണോ? ഈ 2 ചോദ്യങ്ങൾക്ക് ആർക്കെങ്കിലും ശരി ഉത്തരം പറയാൻ കഴിയുമോ? പക്ഷേ എനിക്ക് ഉത്തരമുണ്ട്. അഭിരാമിക്ക് അമ്പി ഇഷ്ടമാണ്. സത്യം, അമ്പിയായിരുന്നു അവളുടെ മനസ്സിലെ ഭർത്താവ്. അങ്ങനെ ആവണമെന്ന് പ്രാർത്ഥിച്ചവരാ ഞാനും അപ്പയും. അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു തെറ്റ്? ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഇപ്പോ ഇങ്ങനെ. ശ്രീനിക്ക് മാത്രമേ അഭിരാമിയെ രക്ഷിക്കാൻ കഴിയൂ. പ്ലീസ് ശ്രീനി, സ്നേഹം അറിഞ്ഞവർ തമ്മിൽ ജീവിക്കട്ടെ. ശ്രീനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു പെണ്ണിന് ശരിക്കും മറ്റൊരു പെണ്ണിന്റെ മനസ്സ് വായിക്കാൻ കഴിയും. നിമ്മി ശ്രീനിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ദൈവം ചിലപ്പോ അങ്ങനെയാ, വളരെ ക്രൂരനാവും. മനുഷ്യർക്ക് എന്തിനാ മനസ്സ് തന്നെ? വേദനിക്കാൻ മാത്രം. ഒരു സന്തോഷത്തിന് മുൻപോ പിൻപോ ഒരു ദുഃഖം ഉണ്ടാവണമല്ലോ. വിഷ്ണവേ തുഭ്യം ബ്രഹ്മലോകേ വിജേഷയാ മാംഗല്യത്തെ ആശീർവാദം പണുങ്കോ. അത്ര സഖായ സഖ്യാനി ജാനത്തെ ഭദ്രേഷ ലക്ഷ്മീർനിഹിതാധിവാസി. തിരുമംഗല്യ തല മകളുകോ. താലി വാങ്ങിക്കൂ. ഇവള് കുറച്ചു നേരമായിട്ട് എന്റെ മടിയിലിരിക്കുക. വാദ്യരെ, നമ്മളുടെ ആചാരപ്രകാരം മനസ്സുകൊണ്ടൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയുണ്ടോ? ചട്ടപ്പടി പാടില്ല, ദൈവദോഷമാണ്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അഭിരാമിയെ ചതിക്കാൻ എന്നെ കൊണ്ടാവില്ലമ്മേ. ഹലോ, മാപ്പിള എന്താ നാടകം കളിക്കുക? 10ൽ 10 പൊരുത്തം നോക്കി 2 വീട്ടുകാരും തമ്മിൽ കണ്ടുറപ്പിച്ച കല്യാണ. നാട്ടുകാരെ ബന്ധുക്കളെ മുഴുവൻ വിവരം അറിയിച്ചു. ആചാരപ്രകാരം 6 ദിവസത്തെ ചടങ്ങുകളും കഴിഞ്ഞപ്പോ ദാ മാപ്പിള കുമ്പസരിക്കുന്നു. അഭിരാമിയെ ചതിക്കാൻ മനസ്സ് വരുന്നില്ലെന്ന്. എന്ത് ചതി? ഇതാണ് ചതി. ഞങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ നോക്കല്ലേ. ഗെട്ടിവേണം തുടങ്ങാൻ. അതങ്ങോട്ട് കൊടുക്കാം. താലി എടുക്കണോ? പരമേശ്വര, വെറുതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. എന്ത് സിറ്റുവേഷൻ? സിറ്റുവേഷൻ താനല്ലേ ഉണ്ടാക്കുന്നത്. കാര്യങ്ങൾ നടക്കട്ടെ. താലി എടുക്കണം. ക്ഷമിക്കണം,
ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ അഭിരാമിയെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കൂട്ടത്തിലുണ്ട്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്ന ഇവളുടെ ഗതികേട് നിങ്ങൾ അറിയണം. അഭിരാമി പറയും, സത്യം പറയും. നടക്കില്ല. നിർത്തോ. ആചാരപ്രകാരം നടക്കുന്ന ഒരു കല്യാണം മുടക്ക് ഞാൻ സമ്മതിക്കില്ല. ആചാരപ്രകാരം നാട്ടുകാരെയും ബന്ധുക്കളെയും സാക്ഷി നിർത്തി താൻ താലി കെട്ടി ഈ ദേവി പറയട്ടെ, ഒരു ദിവസങ്ങളിൽ താൻ അവൾക്ക് മനസ്സമാധാനം കൊടുത്തിട്ടുണ്ടെന്ന് പറയൂ. പറയാൻ എന്റെ ഗതി ഒരു സ്ത്രീക്ക് വരരുതെന്ന് എന്റെ പ്രാർത്ഥന. ഇപ്പൊ മാന്യനാവാൻ തനിക്ക് എന്ത് യോഗ്യതയുള്ളത്? അവളെ എക്സ്പോർട്ടർ പരമേശ്വരന്റെ മാന്യതയ്ക്ക് നാട്ടുകാർക്ക് അറിയാം. രുത് അറിഞ്ഞുകൊണ്ട് എന്തിനാ മോളെ ഇങ്ങനെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കുന്നത്? മൂത്ത മോളെ ഇങ്ങനെ ഒരാളുടെ കൂടെ പറഞ്ഞയച്ചതിന്റെ വേദന ഇന്നും നിങ്ങൾ അനുഭവിക്കുകയല്ലേ? അഭിരാമിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചുറപ്പിച്ചതല്ലേ അഭിരാമിയുടെ ഭാവി വരൻ ആരായിരിക്കണമെന്ന്? വരം മറ്റാരുമല്ല, ദാ ഈ അമ്പി തന്നെ. അമ്പിക്ക് അഭിരാമി ഇഷ്ടമാണ്, അഭിരാമിക്ക് അമ്പിയെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്? നിനക്ക് അത്രയ്ക്ക് ധൈര്യമല്ലേ? ഈ വീട്ടിലെ ബാല്യക്കാരനായി നിന്നിട്ട് നിനക്കിപ്പോ എന്റെ മകളുടെ കാര്യം ഞാൻ തീരുമാനിക്കും. ഓഹോ, എന്നോട് തട്ടിക്കറാൻ മാത്രം ആയോ? നെല്ലായി രാമസ്വാമി, ഇത്രയും കാലം സരിഗമ പതിനിസ പാടി നടന്നിട്ട് എന്തുണ്ടാക്കി? എക്സ്പോർട്ടർ പരമേശ്വരൻ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷമല്ലേ താൻ 10 പൈസ കണ്ടത്? എന്നിട്ടാ എന്നോട് ന്യായം പറയുന്നോ? എനിക്കൊരു തെറ്റ് പറ്റി പരമേശ്വര. കുറച്ച് കാശുള്ളത് കൊണ്ട് മാത്രം ജീവിതമാവില്ല. കുറച്ച് മനുഷ്യത്വം വേണം. ശ്രീനി പറഞ്ഞതാ ശരി. കാമുകന്മാർ രണ്ടുപേരും ഉണ്ടല്ലോ. ഇതെന്താ പരസ്പരം സ്നേഹിക്കുന്നവരുടെ സംസ്ഥാന സമ്മേളനം? വേണ്ട, ഈ മംഗളകർമ്മ അലങ്കോലപ്പെടുത്തരുത്. ആചാരങ്ങളും ചടങ്ങുകളും മനസ്സുകൾ തമ്മിൽ ചേർപ്പിക്കാൻ വേണ്ടിയാ. എന്നിട്ട് എന്താണ് ഞങ്ങളെ ആരും ചേർപ്പിക്കായിരുന്നത്? എന്റെ മോളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു. മറ്റുള്ളവരെങ്കിലും ഇത് മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. പറഞ്ഞേ ഇറങ്ങടാ പുറത്ത്. രാമസ്വാമി, നിങ്ങളുടെ മൂത്ത മകളെ എന്റെ ഭാര്യ. ഈ കല്യാണം നടന്നില്ലെങ്കിലുണ്ടല്ലോ ഇവള് വീട്ടിലിരിക്കും. വന്നോട്ടെ, അതേ തേവല. എന്തോ? പ്ലീസ് ഒന്ന് പോകൂ. എന്നെ വിട്ടേക്ക്. ഒരല്പം കരുണ.